അപ്പോൾ ആ വണ്ടികൾ വല്ലതും പെട്ട വണ്ടിയാണോ ഇതൊന്ന് ചെക്ക് ചെയ്യാനായിരുന്നു. കാര്യം ഒരുപാട് ഈ റീസെൻ്റ്ലി കുറേ വണ്ടികൾ വരുന്നുണ്ട്. കാര്യം ഇന്ത്യയിൽ ഇല്ലാത്തതിനേക്കാളും കൂടുതൽ വണ്ടികൾ ഇവിടെ ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അവർക്കൊന്ന് ചെക്ക് ചെയ്യണം. നമുക്ക് അങ്ങനെ വണ്ടികൾ വാങ്ങിയിട്ടുണ്ട് ഭൂട്ടാനൊന്നും. ഇല്ല. ഞാനിവിടെ ഏകദേശം ഇപ്പോഴത്തെ ഞാൻ 5 വർഷത്തേക്കുള്ള ഈ വണ്ടി ഉപയോഗിക്കുന്നത്. റൈറ്റ്. നടൻ അമിത് ചക്കാലക്കലിന്റെ പ്രതികരണമാണ് കേട്ടത്. 5 വർഷങ്ങളായി ഉപയോഗിക്കുന്നതാണ് ഈ വാഹനം. ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വീണ്ടും സമീർ ബിൻ കരീമിലേക്ക് തന്നെയാണ് പോകുന്നത്. സമീർ, അവിടെ കസ്റ്റംസിന്റെ പരിശോധന ഏത് രീതിയിൽ പുരോഗമിക്കുന്നു? കൂടുതൽ വിവരങ്ങൾ പറയും. ഇവിടെ ഈ ദേശീയപാത 66 സമീപം മലപ്പുറം ജില്ലയിലെ വെട്ടിച്ചിറക്കടുത്തുള്ള ഒരു വാഹന ഷോറൂമിലാണ് പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഫ്ലൈവീൽസ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു യൂസ്ഡ് കാറും ഷോറൂമിലാണ് പരിശോധന നടക്കുന്നത് എന്നുള്ളതാണ്. പ്രീമിയം ലക്ഷറി വാഹനങ്ങളൊക്കെ തന്നെ വിൽപ്പന നടത്തുന്ന ഒരു ഷോറൂമാണ് ഈ ഫ്ലൈവീൽസ് ഇന്ത്യ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെയും പരിശോധന നടക്കുന്നു. ഏതൊരു സാഹചര്യത്തിലാണ് പരിശോധന എന്നുള്ളത് നമുക്ക് വ്യക്തമല്ല. സംസ്ഥാനത്തുടനീളമുള്ള പരിശോധനയുടെ ഭാഗമായി തന്നെയാണ് ഇവിടെയും പരിശോധന നടത്തുന്നത് എന്നുള്ളതാണ്. കസ്റ്റംസ് പ്രിവെന്റീവ് വിഭാഗമാണ് ഇവിടെയും പരിശോധന തുടർന്നുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും തരത്തിലുള്ള നിയമലംഘനം ഉണ്ടോ, ഇതുവരെ കണ്ടെത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു വ്യക്തതയില്ല. നിലവിൽ അകത്താണ് പരിശോധന പുരോഗമിക്കുന്നത്. ജീവനക്കാരും ഒക്കെ തന്നെ ഇവിടെ നടക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഇടപാടും ഇവിടെ നടക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങൾക്കും തന്നെ തടസ്സവും നിൽക്കുന്നില്ല. പക്ഷേ പരിശോധന വളരെ കൃത്യമായി തന്നെ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ നടത്തുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാനായിട്ട് കഴിയുന്ന കാര്യം. നമുക്ക് അകത്ത് പരിശോധന നടക്കുന്ന കാരണം നമുക്ക് അങ്ങോട്ടേക്ക് കയറാൻ പ്രയാസമുണ്ട്. ഇപ്പോൾ പുറത്ത് കസ്റ്റംസിന്റെ വാഹനമൊക്കെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രധാനമായും ഇവിടുത്തെ വാഹനത്തിന്റെ രേഖകളും അതോടൊപ്പം തന്നെ എന്തെങ്കിലും തരത്തിലുള്ള നിയമലംഘനങ്ങളുണ്ടോ, പുറത്തു നിന്നും വാഹനങ്ങൾ എത്തിക്കുന്നുണ്ടോ, എത്തിക്കുന്ന വാഹനങ്ങളൊക്കെ തന്നെ നിയമപരമായി തന്നെയാണോ ഇതിന്റെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് കസ്റ്റംസ് വിശദമായി തന്നെ പരിശോധിക്കുന്നത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ പരിശോധന പൂർത്തിയാകും നമുക്ക് പ്രതീക്ഷിക്കാം. എപ്പോഴാണ് ഈ പരിശോധന കഴിയുക നമുക്ക് അറിയില്ല. രാവിലെയാണ് പരിശോധന ആരംഭിച്ചത് എന്നുള്ളതാണ് നിലവിൽ നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.